വെക്കേഷൻ എലിമെന്റ്സ് എന്ന ടൂർ കമ്പനിയുടെ പാക്കേജിലാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഗോവയിലേക്ക് പോയത്. തിരുനെൽവേലിയിൽ നിന്നും വരുന്ന തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസിൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 11:05 ഞങ്ങൾ ട്രെയിനിൽ കയറി. പിറ്റേന്ന് പുലർച്ചെ 3:30 എത്തേണ്ട ട്രെയിൻ വൈകി 5 മണിക്കാണ് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. ടൂർ കമ്പനി അറേഞ്ച് ചെയ്യുന്ന കാറിൽ ഞങ്ങൾ നേരെ പോയത് നോർത്ത് ഗോവയിലെ കണ്ടോളിം ബീച്ചിനടുത്തുള്ള കാർഡമം കേരള റെസ്റ്റോറന്റിലേക്കാണ്. അവരുടെ തന്നെ റോമോ പിസ എന്ന ഗസ്റ്റ് ഹൗസിലാണ് ഞങ്ങൾക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നത്. അല്പനേരം വിശ്രമിച്ച ശേഷം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഓൾഡ് ഗോവയിലെ ഫേമസ് ആയ ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന ചർച്ച് കാണാൻ വേണ്ടിയാണ്. പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവയിൽ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ പള്ളികളിലൊന്നാണ് ബോം ജീസസ് ബസിലിക്ക. ബോം ജീസസ് എന്നാൽ നല്ല യേശു അല്ലെങ്കിൽ ശിശു യേശു എന്നാണ് അർത്ഥമാക്കുന്നത്. പള്ളി അവനുവേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. 1594 ആരംഭിച്ച പള്ളിയുടെ നിർമ്മാണം 1605 അവസാനിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പുകൾ, അതായത് ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ്. ഇതല്ലാതെ മറ്റു ചിലതും ഇവിടെ അടുത്ത് തന്നെ കാണാനുണ്ട്. സെന്റ് കാതറിൽ ചാപ്പൽ, ചർച്ച് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പള്ളി, ഔവർ ലേഡി ഓഫ് മൗണ്ട് ചാപ്പൽ, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ തൊട്ടടുത്താണ്. പിന്നെ പള്ളിയുടെ കോമ്പൗണ്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പുരാവസ്തുക്കളുടെ ശേഖരവുമാണ് നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. അടുത്തതായി ഞങ്ങൾ പോയത് ഡോണ പൗള ബീച്ച് കാണാൻ വേണ്ടിയാണ്. ഡോണ പൗള ബീച്ചിന്റെ വ്യൂ പോയിന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞങ്ങൾ വന്ന സമയം സീസൺ അല്ലെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. കൊളോണിയൽ ഭരണകാലത്ത് ഗോവൻ വൈസ്രോയിയുടെ മകളായിരുന്ന ഡോണ പൗളയുടെ പേരിലാണ് ഈ ബീച്ച് അറിയപ്പെടുന്നത്. ഡോണ പൗള വളരെ ദയുള്ള ഒരു സ്ത്രീയായിരുന്നു. അവൾ ഗോവയിലെ ഒരു പ്രാദേശിക മത്സ്യത്തൊഴിലാളിയുമായി പ്രണയത്തിലാവുകയും അവരെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ ബന്ധം അവളുടെ പിതാവ് നിരസിക്കുകയും അതിന്റെ ഫലമായി ഡോണ പൗള ഈ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അവരുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ ബീച്ചിന് ഡോണ പൗള ബീച്ച് എന്ന് പേരിട്ടത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഡേ സന്ദർശിച്ച ഗോവയിലെ ടൂറിസ്റ്റ് പ്ലേസുകൾ. സെക്കൻഡ് ഡേ ഞങ്ങൾ രാവിലെ നേരെ പോയത് ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയം കാണാൻ വേണ്ടിയാണ്. അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 400 വർഷം പഴക്കമുള്ള ഒരു നിർമ്മിതിയാണ് അഗോഡ കോട്ടയുടെ താഴെയുള്ള ഈ അഗോഡ ജയിൽ. ഗോവയിൽ തന്നെ ഏറ്റവും വലിയ ജയിലായ അഗോഡ ജയിൽ മൊണ്ടോവി റിവർ അറബിക്കടലുമായി ചേരുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. 1960 വരെ പോർച്ചുഗീസ് കുറ്റവാളികളെയും ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെയും പാർപ്പിച്ചിരുന്നത് ഈ ഒരു ജയിലിലായിരുന്നു. ഈ ജയിലിൽ കിടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന സെല്ലാണ് പോർച്ചുഗീസുകാർ പീഡന സെല്ലായി ഉപയോഗിച്ച റൂം. ഈ സെല്ലിന്റെ ഡോറിന്റെ മുകളിലുള്ള ദ്വാരം മുകളിലത്തെ തടവുകാരെ താഴത്തെ സെല്ലിലെ പീഡനത്തിന്റെ നിലവിളി കേൾപ്പിച്ച് മാനസികമായി അവരുടെ മനോനില തകർക്കാൻ വേണ്ടിയായിരുന്നു. അഗോഡ കോട്ടയുടെ താഴെയായി സ്ഥിതി ചെയ്യുന്ന അഗോഡ ജയിൽ 2015 അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും 2021 ഫോർട്ട് അഗോഡ മ്യൂസിയമായി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. ഈ കാണുന്ന ചാപ്പൽ അവർ ലേഡി ഓഫ് ഗുഡ് വോയേജ് സമർപ്പിക്കപ്പെട്ടതാണ്. ചാപ്പലിനുള്ളിൽ മനോഹരമായി തടിയിൽ കൊത്തിയെടുത്ത ബലിപീഠവും നമുക്ക് കാണാം. ചാപ്പലിന് തൊട്ടടുത്തായിട്ട് തന്നെ ശ്രീ വിത്തൽ ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും നമുക്കിവിടെ കാണാം. ചാപ്പലും ഈ ക്ഷേത്രവും തമ്മിൽ ഒരു മതിൽ പങ്കിടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കൂടുതൽ കഠിനമായ ശിക്ഷ ലഭിച്ച ആൾക്കാരെ പാർപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടം. ഇപ്പോൾ ഇത് ഒരു തിയേറ്റർ റൂമായിട്ട് മാറ്റിയിരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള ഡോക്യുമെന്ററികളും മറ്റും ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ഇന്ത്യ സിവിലൈസേഷൻ മാർവൽസ്, അതായത് ഇന്ത്യയുടെ നാഗരിക അത്ഭുതങ്ങൾ, അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ പാരമ്പര്യത്തിന്റെ സത്തയിലേക്ക് ആഴത്തിൽ മുങ്ങിത്താഴുന്ന രീതിയിലാണ് എക്സിബിഷനിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സന്ദർശകർക്ക് ഇന്ത്യയുടെ സംസ്കാരം കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇന്ത്യൻ ഫാഷൻ, ഹാരപ്പൻ സംസ്കാരം, ഗാന്ധാരം, മധുര സാഞ്ചെ മാസ്റ്റർ പീസുകൾ എന്നിവയുൾപ്പെടെ ഏകദേശം 4000 വർഷം പഴക്കമുള്ള ഇന്ത്യൻ സംസ്കാരത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ ഒരു എക്സിബിഷൻ. ഞാൻ എന്തായാലും ഈ ഒരു എക്സിബിഷൻ ഒന്ന് ഓടിച്ചു കാണിച്ചു പോവുകയാണ്. അല്ലാതെ ഡീറ്റെയിലായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഒന്നും ഇത് തീരത്തുമില്ല. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശദമായി ഇത് കണ്ടുപിടിച്ചു പോകാവുന്നതാണ്. ഫോർട്ട് അഗോഡ ജയിൽ മ്യൂസിയം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അഗോഡ കോട്ട കാണാൻ വേണ്ടിയാണ്. 25 രൂപയാണ് ഒരാൾക്ക് ഇതിനകത്തുള്ള എൻട്രി ഫീ. പോർച്ചുഗീസ് സൈനിക ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ മികച്ച ഒരു ഉദാഹരണമാണ് ഈ അഗോഡ കോട്ട. 1612 ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ കോട്ട. ഈ കോട്ടയും വിളക്കുമാടവും കാണാൻ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗോവയിലെ ഈ ഒരു അഗോഡ കോട്ട. അഗോഡ എന്ന വാക്കിനർത്ഥം
പോർച്ചുഗീസ് ഭാഷയിൽ ശുദ്ധജലം എന്നാണ്. കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല ഉറവിൽ നിന്നുമാണ് കോട്ടയ്ക്ക് ഈ ഒരു പേര് കിട്ടിയത്. കോട്ടയുടെ പ്രതാപകാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണികളിൽ ഒന്നായിരുന്നു അഗോഡ കോട്ട. 23,76,000 ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഈ കോട്ടയ്ക്കുണ്ടായിരുന്നു. അറബിക്കടലിന്റെയും മൊണ്ടോബി നദിയുടെയും സംഗമസ്ഥാനമായതിനാൽ 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപ്പെട്ട കോട്ടയായി ഇത് മാറി. കോട്ടയെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ താഴത്തെ ഭാഗം കപ്പലുകളെ സുരക്ഷിതമായി തുറമുഖത്തേക്ക് കൊണ്ടുവരാനും മുകൾ ഭാഗം ജലസേചന കേന്ദ്രമായും കോട്ടയായും ഉപയോഗിച്ചിരുന്നുവെന്നുമാണ് അറിയാൻ സാധിച്ചത്. അഗോഡ കോട്ടയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ഡോൾഫിൻ ഡൈവ് കാണാൻ വേണ്ടിയാണ്. ഒരാൾക്ക് 350 രൂപയാണ് ചാർജ് വരുന്നത്. അതായത് ബോട്ടിൽ പോയി ഈ ഒരു ഡോൾഫിൻ ഡൈവ് കാണാൻ വേണ്ടി മാത്രം. ഡോൾഫിനെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പു പറയാൻ പറ്റില്ല. എന്നാലും ഗോവയിലെ കടലിൽ കൂടെയുള്ള ഒരു ഊട്ടി യാത്ര, അതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത്. ഏറെ നേരമായിട്ടും ഞങ്ങൾക്ക് ഡോൾഫിൻ ചാട്ടം കാണാൻ സാധിച്ചില്ല. പക്ഷേ ആ ഒരു തിരുവാലയിൽ ഞങ്ങൾ ബോട്ടിൽ നിന്നത് നന്നായിട്ട് ചാട്ടം ചാടി കിട്ടുന്നത് അങ്ങ് ദൂരെ ഒരു ഡോൾഫിൻ ചാടുന്നത് ചെറുതായിട്ട് ഞങ്ങൾക്ക് കാണാനും സാധിച്ചു. കടലിൽ കൂടെയുള്ള ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് അഗോഡ ജയിൽ മ്യൂസിയത്തിന്റെ കാഴ്ചകളും അഗോഡ ഫോർട്ടിന്റെ കാഴ്ചകളും ഒക്കെ കാണാവുന്നതാണ്. അതായത് കടലിൽ നിന്നുള്ള വ്യൂ. അതുപോലെ തന്നെ ഈ ബോട്ട് യാത്രയിൽ കോടികൾ വിലമതിപ്പുള്ളതും പല ഹിന്ദി ഫിലിമുകളിൽ വന്നിട്ടുള്ളതുമായ ബംഗ്ലാവും നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഞങ്ങൾ പോയത് അഞ്ചന ബീച്ച് കാണാൻ വേണ്ടിയാണ്. അഞ്ചന ബീച്ചിന്റെ കാഴ്ചകൾ എല്ലാം കണ്ട് ഞങ്ങൾ നേരെ പോയത് ചപ്പോറ ഫോർട്ട് കാണാൻ വേണ്ടിയാണ്. താഴെ വാഹനം പാർക്ക് ചെയ്ത് നടന്നു വേണം നമുക്ക് കോട്ടയുടെ പടികളുടെ അടുത്തേക്ക് എത്താൻ. അങ്ങനെ മല കയറി ഞങ്ങൾ കോട്ടയുടെ പടിയുടെ അടുത്തെത്തി. വീട്ടുകളിൽ തീർത്തിട്ടുള്ള മനോഹരമായ സ്റ്റെപ്പുകളാണ് ഇനി നമുക്ക് കയറാൻ വേണ്ടിയുള്ളത്. അവസാനം ഞങ്ങൾ നടന്നു ക്ഷീണിച്ച് കോട്ടവാതിലിനടുത്തെത്തി. കോട്ടയ്ക്കകത്ത് കയറിയതും നല്ല തണുത്ത കടൽക്കാറ്റ് വന്ന് ഞങ്ങളെ സ്പർശിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ഫർഹാൻ അക്തർ 2001 ആദ്യമായി സംവിധാനം ചെയ്ത അമീർ ഖാൻ, സെയ്ഫ് അലി ഖാൻ, അക്ഷയ് ഖന്ന, പ്രദീപ് സിൻഹ, സോണാലി കുൽക്കർണി, ഡിമിൽ കവാടി എന്നിവർ അഭിനയിച്ച ദിൽ ചാഹ്താ ഹേ എന്ന ഹിന്ദി ഫിലിമിന്റെ ചില ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ചപ്പോര കോട്ടയുടെ കാഴ്ചകൾ എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ താമസസ്ഥലത്തെത്തി. അവിടെ ഞങ്ങൾ അരുൺ ശിവയുടെ കൂടെ കണ്ടോലിയും ബീച്ചിലേക്ക് നൈറ്റ് ലൈഫ് കാണാൻ യാത്രയായി. അരുൺ ശിവയെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒറ്റയ്ക്ക് സൈക്കിളിൽ കാശ്മീർ വരെ പോയി തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സീസൺ അല്ലെങ്കിൽ പോലും ഉണർന്നിരിക്കുകയാണ് ഗോവ. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഗോവയിലേക്ക് വന്നത് വെക്കേഷൻ എലിമെന്റ്സ് എന്ന ടൂർ കമ്പനിയുടെ ടൂർ പാക്കേജിലാണ്. അവരാണ് ഞങ്ങളുടെ ഈ ഒരു ട്രാവൽ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നതും. വെക്കേഷൻ എലിമെന്റ്സിന്റെ ടൂർ പാക്കേജിൽ പിക്ക് ആൻഡ് ഡ്രോപ്പും സൈറ്റ് സീയിങ്ങുള്ള വെഹിക്കിൾ സൗകര്യവും എല്ലാം അവർ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട്. നോർത്ത് ഗോവയിൽ വരുന്നവർക്ക് നല്ല കേരള ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ് കാർഡമം കേരള റെസ്റ്റോറന്റ് ആൻഡ് ബാർ. ഒരു നേരം ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എപ്പോൾ ഗോവയിൽ വന്നാലും ഇവിടെ വന്നേ നിങ്ങൾ ഫുഡ് കഴിക്കൂ. അത്രയ്ക്ക് രുചികരമായ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. ഹോട്ടലിനെ പറ്റി പറയുമ്പോൾ ഹോട്ടലിന്റെ ഉടമസ്ഥനെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ്ടേ. ഇദ്ദേഹമാണ് ജോജസ്റ്റ്. നല്ല ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം. ഇവിടെ ഇരിക്കുന്ന പടങ്ങളെല്ലാം ഇദ്ദേഹം തന്നെ വരച്ചതാണ്. എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു റെസ്റ്റോറന്റ് ഇഷ്ടപ്പെടാനുള്ള കാരണവും ഇദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മുൻപ് ഈ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ജോർജ് ബ്രോയുടെ റോമ പിസ്സ ഗസ്റ്റ് ഹൗസിലാണ് ഞാൻ താമസിച്ചത്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു ഇത്. ഇവർക്ക് തന്നെ ഇവിടെ പല റേറ്റിലുള്ള റൂമുകളുണ്ട്. 2 സ്റ്റാർ, 3 സ്റ്റാർ, 5 സ്റ്റാർ, അങ്ങനെ നിങ്ങൾക്ക് ഏത് കാറ്റഗറി റൂമാണ് വേണ്ടത് അത് വെക്കേഷൻ എലിമെന്റ്സ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എൻ്റെ ഗോവ യാത്രാനുഭവങ്ങൾ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.